പ്ലീസ് അമ്മ, അമ്മ അടിക്കല്ലേ, ഞാൻ പറഞ്ഞോട്ടെ. എന്റെ ഈശ്വരാ. അമ്മായി എന്ത് പറ്റി? എന്തിനാ ഇങ്ങനെ കിടന്ന് കരയുന്നേ? അയ്യോ അമ്മായി എന്തിനാ അമ്മായി ഇങ്ങനെ കിടന്ന് കരയുന്നല്ലേ ചോദിച്ചേ? എന്താ ശമ്മ, എന്തു പറ്റി? എന്തിനാ രണ്ടുപേരും ഇങ്ങനെ കരയുന്നത്? അയ്യോ എന്റെ പൊന്നു ശിവരാമേട്ട, നമ്മുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം ഒരു പോക്ക് പോയി. ഈ ഒരുപ്പെട്ടവളെ എല്ലാം നശിപ്പിച്ചു. ആ അനുപമെ പോലെ ഇവിടെ ആരുടെ കൂടെ ഒളിച്ചോടി കല്യാണം കഴിച്ചിട്ട് വന്നിരിക്കുക. അമ്മായി എന്ത് അപരാധം ഈ പറയുന്നേ? അഞ്ജലി ആരാ കല്യാണം കഴിച്ചെന്നാ? അപരാധമല്ലടി, സത്യവാ. ഇവള് നമ്മളാരും അറിയാതെ പോയി ആരെയോ കല്യാണം കഴിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ വന്ന് നമ്മളോട് പൊട്ടം കളിച്ചതാ. ഇതാണ് അതിനുള്ള തെളിവ്. എന്തോ നിന്നെ ഇനി ഈ വീട്ടിൽ വേണ്ട. ഇവിടെ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോടി ഓരുമ്പട്ടവളെ. ഞങ്ങൾക്ക് നിന്നെ ഇനി കാണണ്ട. ഇറങ്ങിപ്പോടി ഇവിടുന്ന്. ഇറങ്ങിപ്പോവാൻ പോയതുപോലെ എന്നോട് പറഞ്ഞത്. സംഭവിച്ചെന്താ ഞാനൊന്ന് പറഞ്ഞോട്ടെ അമ്മ. ഈ അപമാനം ഞങ്ങൾ എങ്ങനെ സഹിക്കൂടി? പറഞ്ഞിട്ടെ ആരെയാണ് കല്യാണം കഴിച്ചത്? ഈ അമ്മാവനിത് എവിടെ പോയി? അമ്മാവാ, എന്റെ ദൈവമേ, ആ മനുഷ്യനെ എങ്ങനെ സഹിക്കും? ഇറങ്ങിപ്പോടി. അഞ്ജലി, അമ്മായി, എന്താടി? അച്ഛാ, എന്തു പറ്റി? എടി എന്തു പറ്റിയെന്ന്?
നീ എന്താ സ്വപ്നം വല്ലതും കണ്ടോ? ഞാനൊരു സ്വപ്നം കണ്ടു. പത്മ ഓർത്ത് കിടന്നിട്ടാവും. സാരല്ല, നീ പ്രാർത്ഥിച്ചിട്ട് കിടന്നാ മതി, എല്ലാം ശരിയാവും. നീ കണ്ണടച്ച് കിടക്കാൻ നോക്ക്. താനിത് എവിടെ പോയി കിടക്കായിരുന്നേടോ? തന്റെ മൊബൈലിൽ ചത്തുപോയോ? വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഹേ ഇല്ല സാർ. ഇനിയിപ്പോ അതുമ്പോ കുത്തി കളിച്ചോണ്ട് നിൽക്കാതെ താൻ പോയ കാര്യം എന്താ പറ. വെറുതെ മനുഷ്യനെ ടെക്സ്റ്റ് അടിപ്പിക്കാതെ. സാർ അറിഞ്ഞത് ശരിയാ. ആർ ഷുവർ? യെസ്. അഡ്വക്കേറ്റ് അഞ്ജലി പത്മയുടെ ബന്ധുക്കാരി തള്ളയെക്കൊണ്ട് ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യിപ്പിച്ചു. ഹൈക്കോടതിയിലെ സാമുവൽ ജോൺ സാർ വഴിയാ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്തത്. കോടതി പോലീസിന്റെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. മിക്കവാറും 2-3 ദിവസത്തിനുള്ളിൽ പത്മയെ ഹാജരാക്കാൻ കോടതി ഉത്തരവിടും അല്ലടോ? ഹൈക്കോടതിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു പൾസ് അങ്ങനെയാണ് സാർ. ഹൈക്കോർട്ട് എറണാകുളത്താണെങ്കിലും പോലീസ് റിപ്പോർട്ട് തലസ്ഥാനത്താണല്ലോ നൽകേണ്ടത്. നമുക്ക് നോക്കാം. ആദ്യം പോലീസ് അവരുടെ നിലപാട് വ്യക്തമാക്കട്ടെ. സാർ പിന്നെ എന്താ പിന്നെ? ആ അഞ്ജലിയുടെ നീക്കം ഒരു ഹേബിയസ് കോർപ്പസ് കൊണ്ട് മാത്രം അവസാനിക്കും തോന്നുന്നില്ല സാർ. പിന്നെ അവൾ സാറിനെതിരെ ബാർ കൗൺസിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട്. സാറിന്റെ ലൈസൻസ് റദ്ദാക്കണമെന്ന് പറഞ്ഞു. ഈ ബാറിലെ ഏറ്റവും സീനിയറായ അഡ്വക്കേറ്റ് രാഘവനുണ്ണിക്കെതിരെ ഇന്നലെ കോട്ടിട്ട് വന്ന ഒരു പീർ പെണ്ണ് പരാതി കൊടുക്കുന്നു. യെസ് സാർ, അതാ അറിഞ്ഞത്. അപ്പോ അവൾ രണ്ടും കൽപ്പിച്ചിറങ്ങുന്നത് ചരിത്രം ആവർത്തിക്കാനുള്ള പുറപ്പാടാ. സർ യു മീൻ? ആ പഴയ കഥ തന്നെ. ഈ അഞ്ജലി വക്കീലിന്റെ തന്ത ശിവരാമകൃഷ്ണൻ വക്കീൽ എന്റെ വഴിയിൽ തടസ്സമായി നിന്നപ്പോ ഞാൻ അയാളെ പൂട്ടാൻ ഉപയോഗിച്ച അതേ കത്രിക പൂട്ട ഇന്ന് അവൾ എനിക്കെതിരെ പ്രയോഗിക്കുന്നു. എന്നാലും ബാർ കൗൺസിൽ പ്രശ്നം ഈസിയാണ്. പക്ഷേ എന്നെ കുഴപ്പിക്കുന്ന ചോദ്യം അതല്ല, പത്മ എവിടെയാണ്? ഇനിയിപ്പോ ആ അഞ്ജലി തന്നെ അവളെ ഒളിപ്പിച്ചു വെച്ചിട്ട് ഒരു നാടകം കളിക്കുകയാണോ എന്ന് എനിക്കൊരു ഡൗട്ട്. ടു ബി ഫ്രാങ്ക്, പത്മ കേസിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല സാർ. വാ രാഘവ, ഞാൻ എന്താണോ ഈ കേട്ടത്? എന്ത് കേട്ടു? താൻ വാ, അകത്തിരുന്ന് സംസാരിക്കാം. ഞാൻ ഇവിടെ ഇരിക്കാനും പൊറുക്കാനും ഒന്നും വന്നതല്ല. ആ അഞ്ജലി പത്മയ്ക്ക് വേണ്ടിട്ട് ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തു കേട്ടു. അത് ശരിയാണോ എന്നാ എനിക്കറിയേണ്ടത്. യെസ്, അത് ശരിയാണ്. ഞാനും ഹരി അതേക്കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാ താൻ കയറി വരുന്നത്. ആ ബെസ്റ്റ്. താൻ ഇവിടെ ഡിസ്കഷനും ചെയ്തുകൊണ്ടിരുന്നോ? അവളെ പണി അങ്ങ് ഹൈക്കോടതിയിൽ നിന്നാ തുടങ്ങിയിരിക്കുന്നേ. ഇനിയിപ്പോ പണികൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് വന്നുകൊണ്ടേയിരിക്കും. എന്തൊരു ഗതികേടാണ് എന്റെ ഈശ്വര. ഇതിപ്പോ കണ്ട കോളനി എല്ലാം കൂടെ ആടപടലവും ഉജ്ജ്വലമാവുന്നാ തോന്നുന്നു. കുറുപ്പ്, താനിങ്ങനെ വെറുതെ ചൂടാവാതിരിക്കേ. ഇതിപ്പോ അവളെ കൊണ്ട് ഇങ്ങനെ ചില നീക്കങ്ങൾ നീക്കാൻ കാരണക്കാരൻ നീയാ. ഞാനോ? ഒരുമാതിരി ഒരുമാതിരിയില്ല. താനോട് ഓവർ സ്മാർട്ട് കാണിച്ച ആ തരകനെ കൊണ്ട് അഞ്ജലിയുടെ വീട്ടിൽ ആ പത്മയുടെ അമ്മായിയെ കൊണ്ടിട്ടത്. എന്നിട്ട് പത്മ പോയിട്ട് അവൾ ഒരു ചീരത്തെങ്കിലും കിട്ടുമോ എനിക്ക്? പകരം
അവളുടെ കയ്യിലേക്ക് ഒരു ആയുധമായിട്ട് ആ തള്ളയെ കൊണ്ട് ഇട്ട് കൊടുക്കുകയും ചെയ്തു. എന്താ ശരിയല്ലേ? അല്ല അത് പിന്നെ ഒരു പിന്നില്ലടൂ. എന്തായാലും താനിങ്ങനെ തീ പിടിക്കാനായിട്ട് ഈ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് പ്രതിയുടെയോ പ്രതിയുടെ വക്കീലിന്റെയോ തലവെട്ടി കൊണ്ടുവരാനുള്ള ഉത്തരവൊന്നുമല്ല. പ്രൊഡ്യൂസ് ദ ബോഡി ബിഫോർ ദ കോർട്ട്. ആളെ കോടതി സമക്ഷം ഹാജരാക്കണം, അത്രേ ഉള്ളൂ. അല്ല അങ്ങനെ വരുമ്പോ ഒരു ഉണ്ടയില്ല. പത്മയെ പ്രതിഭാഗം വക്കീലായ ഞാനോ പ്രതിയുടെ തന്തയായ താനോ അന്യായമായി തടങ്കിൽ വെച്ചിരിക്കുന്നു എന്നൊരു വാദം അഞ്ജലി കോടതിയിൽ ഉന്നയിക്കും, അത്രേ ഉള്ളൂ. അതിന്റെ പൊരുളറിയാൻ പോലീസ് റിപ്പോർട്ട് കോടതി തരും. ഇനിയിപ്പോ അത് തൃപ്തികരമല്ലെന്ന് തോന്നിയാൽ കോടതി അന്വേഷണം ഉത്തരവിടും, അത്ര തന്നെ. എടോ അങ്ങനെ വരുന്ന അന്വേഷണം നമുക്ക് കുരുക്കാകില്ലേ എന്നാണ് ഞാൻ ഈ ചോദിക്കുന്നേ. എന്തിന്? എടോ, പത്മയുടെ തിരോധാനത്തിൽ എനിക്കോ തനിക്കോ ഒരു പങ്കുമില്ല. പിന്നെ നമുക്ക് ആരെ പേടിക്കണം? എടോ രാഘവ, എനിക്ക് താൻ ഈ പറയുന്ന കോപ്പിലെ കോടതി വ്യവഹാരമൊന്നും എനിക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അവളെ ആ അഞ്ജലി രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്നു. കോടതിയിൽ നിന്ന് കേട്ട വിവരങ്ങളൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ അവള് തന്റെ വക്കീല് പണി വരെ തെറിപ്പിക്കാനുള്ള ഏതാണ്ട് ഇൻഡാസൊക്കെ എഴുതി വെച്ച് ഒപ്പിച്ചിട്ടുണ്ടെന്നാ കേട്ടത്. കോടതിയിൽ അവളെ തറ പറ്റിക്കാൻ പറ്റിയില്ലെങ്കിലും എണീറ്റ് നിന്ന് യെസ് യുവർ ഓണർ എന്നെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ തനിക്ക് തന്റെ വക്കീല് കുപ്പായമെങ്കിലും സ്വന്തമായിട്ട് വേണ്ടടോ രാഘവ. താനെ ആദ്യം തന്റെ വക്കീല് പണി തെറിക്കാതിരിക്കാനുള്ള വകുപ്പ് നോക്ക്, എന്നിട്ട് മതി പ്രതികാരവും മൂക്കി കയറ്റലും ഒക്കെ. ഞാൻ പോവുക. കോപ്പ് സാർ, ഈ അഞ്ജലി ഇപ്പൊ നമുക്ക് വലിയ തലവേദന ആകുമല്ലോ. ആ തലവേദന മാറണമെങ്കിൽ അവളുടെ തല അങ്ങ് എടുത്തേ പറ്റൂ. നേരിട്ട് അവളുടെ വീട്ടിൽ ചെന്ന് തന്നെ ഉടൻ തന്നെ ഞാനത് ചെയ്യണം, ചെയ്തേ പറ്റൂ. ഭഗവാനെ, അറിയാലോ കാര്യങ്ങള് ഒന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, സംഭവിച്ചു പോയതാ. വിധിയുടെ പേരിൽ നീ തീരുമാനിച്ച കാര്യങ്ങള് നീ തന്നെ നടപ്പിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതിന്റെ പേരിൽ എന്റെ മാതാപിതാക്കളെ ശിക്ഷിക്കരുത് പ്ലീസ്. ഞാൻ തെറ്റ് ചെയ്തെങ്കിൽ എന്നെ ശിക്ഷിച്ചു, ഞാൻ എന്ത് സഹിക്കാൻ തയ്യാറാ. എന്താ തിരുമേനി, വിൽപത്രം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോ അച്ഛൻ തിരുമേനിക്ക് സന്തോഷായില്ലേ? പിന്നെ ആകാതെ, വലിയ കാശ് പോലും വാങ്ങാതെ ആ കുട്ടി ചെയ്ത ഉപകാരത്തിന് മുരുകൻ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവും പറഞ്ഞു. മോൾക്ക് എപ്പോഴും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. ദാ താനെന്താടോ അത്യാവശ്യമായിട്ട് കാണണം, ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ? അത് പിന്നെ എനിക്ക് രാജീവിനെ പെട്ടെന്നൊന്ന് കാണണം തോന്നി. അത്രേ ഉള്ളൂ? ഇതായിരുന്നു കാര്യം. രാജീവ് എവിടെയായിരുന്നാലും അരമണിക്കൂറിനുള്ളിൽ അമ്പലത്തിൽ വന്ന് കാണണമെന്നൊക്കെ പറഞ്ഞപ്പോ സത്യം പറഞ്ഞ ഞാൻ ആകെ ടെൻഷൻ അടിച്ചു പോയി. ഇനി വീട്ടിലെന്തെങ്കിലും പ്രശ്നമായി കാണോ, നമ്മുടെ കാര്യം വല്ലതും വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടാവോ എന്നൊക്കെ ആയിരുന്നു ടെൻഷൻ. അങ്ങനെ വലുതായിട്ടൊന്നുമില്ല, എങ്കിലും ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? താൻ കാര്യം പറ. രാജീവേ, ഞാനൊരു ദുസ്വപ്നം കണ്ടു. അതിനുശേഷം എനിക്ക് അങ്ങോട്ട് സമാധാനം കിട്ടുന്നില്ല രാജീവേ. ആകെപ്പാടൊരു വല്ലായ്മയും വെപ്രാളവും ഒക്കെ ഇപ്പോഴും. എന്ത് സ്വപ്നം താൻ കണ്ടത്? അത് പിന്നെ നമ്മുടെ
കല്യാണം കഴിഞ്ഞെന്ന വിവരം വീട്ടുകാരറിഞ്ഞു. ആണോ? എന്താ എന്ത് സ്വപ്നത്താ കണ്ടത്? അത് പിന്നെ നമ്മുടെ കല്യാണം കഴിഞ്ഞെന്ന വിവരം വീട്ടുകാരറിഞ്ഞു. ആണോ? നന്നായി. ഏതായാലും അങ്ങനെ ഒരു സിറ്റുവേഷൻ റിയൽ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടതല്ലേ? ഈ സ്വപ്നം ഒരു ട്രയലാണെന്ന് അങ്ങ് കരുതിയാ മതി. അല്ല, സ്വപ്നത്തിൽ തന്റെ അച്ഛനും അമ്മയ്ക്ക് എന്ത് പറഞ്ഞു? പായസം വിളമ്പിയോ അതോ ചൂലെടുത്തോ? എന്തായിരുന്നു അവരുടെ ഒരു സ്റ്റൈല്? രാജീവേ, തമാശ വിട്. ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത്. സത്യം പറഞ്ഞ എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ചിലത് രാജീവിനോട് പറയാനുണ്ട്. അതാ ഞാൻ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്. ശരി, ഓക്കെ, താൻ കാര്യം പറ. കാര്യം വേറൊന്നുമല്ല. ഞാൻ കണ്ട സ്വപ്നം ഒരു ദുസ്സൂചനയാ. നമുക്കിനിയും ഈ രഹസ്യം വെച്ച് താമസിപ്പിക്കരുത് രാജീവ്. നമ്മളെ വിവാഹം കഴിച്ച കാര്യം രാജീവ് എത്രയും വേഗം രാജീവിന്റെ വീട്ടുകാരോട് പറയണം. എന്നിട്ട് ഒഫീഷ്യലി ഒരു പെണ്ണുകാണൽ ചടങ്ങ് നടത്തി വേണം നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. എടോ, അത് പിന്നെ ഈ മറുത്തൊന്നും പറയരുത് രാജീവേ. രാജീവ് കെട്ടി ഈ മിന്നും കഴുത്തിലിട്ട് എനിക്കിനി അവിടെ പിടിച്ചു നിൽക്കാനാവാത്തോണ്ട. ഈ താലി എന്റെ കഴുത്തിൽ കിടക്കുന്നിടത്തോളം കാലം ഞാനെന്തോ പൊറുക്കാനാവാത്ത തെറ്റ് ചെയ്തു എന്നുള്ള കുറ്റബോധം അതെന്നെ വേട്ടയിടുക രാജീവേ. ഇനിയൊരു വേള ഇത് വീട്ടുകാരെ കണ്ടുപിടിച്ച സ്വപ്നത്തിൽ കണ്ടതുപോലെ എന്റെ അച്ഛനെങ്ങാനും അങ്ങനെ വല്ല കടുങ്ങുകയും ചെയ്ത എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല രാജീവേ. അഞ്ജലി, റിലാക്സ്. താനിങ്ങനെ ടെൻഷൻ ആവാതെ, ഞാനില്ലേ കൂടെ. പിന്നെ തന്നെ പേടിപ്പെടുത്തുന്ന സംഗതി ഈ താലിമാലയാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും കലങ്ങി തെളിയുന്നവരെ തനിക്ക് ഒന്ന് ഊരി വെച്ചൂടെ, ആരും കാണാതെ? നോ പ്ലീസ് രാജീവ് എന്നോട് അക്കാര്യം പറയരുത്. എന്നെ കൊണ്ട് സാധിക്കില്ല. എടോ, ഞാൻ തെറ്റായൊരു ഉദ്ദേശത്തില്. അറിയാം, രാജീവ് സദുദ്ദേശത്തോടെയാണ് അത് പറഞ്ഞതെന്ന് മനസ്സിലായി. പക്ഷെ എനിക്ക് കഴിയില്ല രാജീവേ. നമ്മൾ എത്രയൊക്കെ എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറഞ്ഞാലും എത്രയൊക്കെ ഫോർവേഡ് ചിന്താഗതി വെച്ച് പുലർത്തിയാലും ഇങ്ങനെയുള്ള ചില കസ്റ്റംസ് ഒക്കെ ഉണ്ടല്ലോ, ചില മൂല്യങ്ങൾ. അതൊക്കെ എൻ്റെ അമ്മയിൽ നിന്ന് പകർന്നു കിട്ടിയതാ. അതുകൊണ്ട് ഈ താലിമാല ഉരുവയ്ക്കാൻ മാത്രം രാജീവ് എന്നോട് പറയരുത്. അത് പാപമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കേ, ശരി, എനിക്ക് മനസ്സിലാവുന്നുണ്ട് തന്നെ. ഇറ്റ്സ് ഓൾ റൈറ്റ്. മനസ്സിലാക്കിയാൽ മാത്രം പോരാ രാജീവ്. ഞാൻ പറഞ്ഞത് രാജീവ് സീരിയസ് ആയിട്ട് ചിന്തിക്കണം. എന്നിട്ട് നമ്മുടെ കാര്യത്തിൽ എത്രയും പെട്ടെന്നൊരു നീക്കുപോക്ക് ഉണ്ടാക്കണം. ഉണ്ടാക്കിയേ പറ്റൂ. ഇതെന്റെ റിക്വസ്റ്റാ. ഏയ് അഞ്ജലി, എന്താടാ ഇത്? താൻ എന്നോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. താൻ എന്റെ പ്രാണന്റെ പാതിയല്ലേ. ആ നെഞ്ച് തുടിക്കുന്നത് എനിക്ക് എവിടെ നിന്നാലും ഫീൽ ചെയ്യാൻ സാധിക്കും അഞ്ജലി. വിശ്വസിക്കാം. ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ? താൻ എനിക്കൊരു അല്പ സാവകാശം കൂടി താ. നമ്മുടെ ഇമ്മീഡിയറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് പത്മയെ കണ്ടെത്താന്നുള്ളതാ. പത്മയെ കണ്ടെത്തുന്നതിന്റെ തൊട്ടടുത്ത ദിവസം എന്റെ വീട്ടുകാര് തന്റെ വീട്ടില് പെണ്ണ് ചോദിച്ച് വന്നിരിക്കും. ഇതെന്റെ വാക്കാ, വിശ്വസിക്കാം. അഞ്ജലി, അഞ്ജലി, കുഞ്ഞപ്പ, അയ്യോ എന്റെ പള്ളി,
ഇതാ വലിയ വക്കീലല്ലേ അഞ്ജലിയുടെ വീടിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. എന്തോ യുദ്ധത്തിനുള്ള പുറപ്പാടാ. അഞ്ജലിയാണെങ്കിൽ ഇവിടെ ഇല്ല താനും. ആ എന്നാ എല്ലാം നീ ഒന്ന് വീടെടുത്ത് വെച്ചോ. അഞ്ജലി വരുമ്പോ കാണിച്ചു കൊടുക്കാം. നീ മൊബൈൽ എടുക്ക്. വാ വാ, നീ നോക്കിയെടുക്ക്. അഞ്ജലി ജീവിതത്തിൽ ഇന്നേ വരെ തോൽവി എന്താണെന്നറിയാത്ത അഡ്വക്കേറ്റ് രാഘവനുള്ളി തോൽവിയുടെ കയ്പ് എന്താണെന്ന് അറിയാൻ പോകുന്ന ദിവസമാണിന്ന്. ഇന്നത്തെ തോൽവി തന്റെ പതനത്തിന്റെ തുടക്കം. അഡ്വക്കേറ്റ് അഞ്ജലി ഇല്ലേ ഇവിടെ? വിളിക്കവളെ, എനിക്ക് അവളോട് അല്പം സംസാരിക്കാനുണ്ട്. എന്ത് സംസാരിക്കാൻ? ഞാൻ അവളുടെ അച്ഛനാ. പറയേണ്ടത് എന്താന്ന് വെച്ചാ എന്നോട് പറഞ്ഞാൽ മതി. നോക്ക് ശിവരാമകൃഷ്ണ, ലൂസ് ടോക്കിന് സമയമില്ല ഇപ്പോൾ. എനിക്ക് സംസാരിക്കേണ്ടത് അഞ്ജലിയോടാണ്. താൻ അവളെ വിളിക്കേ. നമുക്കൊരിടം വരെ പോകാനുണ്ട്. എവിടെ പോവാൻ? അഞ്ജലിയുടെ രഹസ്യ കല്യാണം കഴിഞ്ഞു. നിങ്ങളെയൊക്കെ ചതിച്ച്, നിങ്ങളെയൊക്കെ വഞ്ചിച്ച് അവൾ ഒരുത്തന് വേണ്ടി തല കുനിച്ചു കൊടുത്തു, രഹസ്യമായി താലി കെട്ടാൻ.